ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആകാംക്ഷയും ഇതിനിടയിൽ തുടരുകയാണ്. തോൽവി ചർച്ച ചെയ്യാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ വിഷയം ചർച്ചയായിട്ടില്ല. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. എന്നാൽ നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപായി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചാൽ മതിയെന്ന ധാരണയിലാണ് നേതൃത്വം. യോഗത്തിൽ ഓരോ ജില്ലകളിലും നേരിട്ട തോൽവികൾ പ്രത്യേകമായി വിലയിരുത്തും. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി അത് വലിയൊരു ചർച്ചയായി പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമാകാതെ നിൽക്കുന്നത്. അതിൽ പിണറായിയുടെ നിലപാട് എന്ത് എന്ന് കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മെല്ലെപ്പോക്ക് അത് പിന്നീട് നീട്ടിക്കൊണ്ടുപോകുന്നത്? നിയമസഭയിൽ CPM-നെ LDF-നെ പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. CPM കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ വിശദമായി പരാജയം പരിശോധിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗവും ഇന്ന് തുടങ്ങുന്നത്. 2 ദിവസം നീളുന്ന യോഗത്തിൽ വളരെ വിശദമായ ചർച്ചകളാണ് നടക്കുന്നത്. പരാജയത്തിൻ്റെ കാരണമടക്കം ആഴത്തിൽ പഠിക്കും നേതൃത്വം. അതിനിടയിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉത്തരം നൽകുമോ എന്നതാണ്. അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ, അല്ലെങ്കിൽ CPIM-ലെ മറ്റേതെങ്കിലും MLA-മാരായിരിക്കുമോ പ്രതിപക്ഷത്തെ നയിക്കുക എന്ന ചോദ്യമാണ്. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളോ അഭ്യൂഹങ്ങളുമുണ്ട്. ഈ കാര്യത്തിൽ പിണറായി വിജയൻ്റെ നിലപാട് നിർണായകമാവുകയും ചെയ്യും. ഏതായാലും നിലവിൽ CPM LDF നേരിടുന്ന കടുത്ത പ്രതിസന്ധിയുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് കേരളത്തിൽ CPIM നേതൃത്വത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തിരിച്ചു വരാനുള്ള വഴികളാണ് CPM ആദ്യം ആലോചിക്കുക. പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം, ജനകീയമാക്കാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് CPM സംസ്ഥാന സമിതിയിൽ താഴെത്തട്ടിലുള്ള നേതാക്കളുടെ വിമർശനങ്ങൾ അവർ ഇന്ന് കേൾക്കേണ്ടി വരും. സാധാരണഗതിയിലുള്ളതുപോലെ ആയിരിക്കില്ല. ഇന്ന് കടുത്ത വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടി യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും ഇന്നോ നാളെ കൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് നിർണായകമാകും. പക്ഷേ നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. പാർലമെൻ്ററി പാർട്ടി യോഗത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ചേരുന്ന ക്യാബിനറ്റിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ചേരുന്ന CPM-ൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്, അവരുടെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് സൂചന. പക്ഷേ അതിൽ പ്രധാന ചർച്ച നടക്കേണ്ടത് ഇന്നത്തെ CPM സംസ്ഥാന സമിതിയിൽ തന്നെയായിരിക്കും.